ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അധികം വെജിറ്റബിൾസ് ആവശ്യമില്ലാത്ത ഒരു ഉള്ളി സാമ്പാറാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. സാമ്പാർ തയ്യാറാക്കുവാനായി 240 മില്ലിയുടെ 2 കപ്പ് ചുവന്നുള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചെറുതായി കട്ട് ചെയ്ത 3 ടൊമാറ്റോയും നടുവേ കീറിയ 2 പച്ചമുളകും 1 കപ്പ് സാമ്പാർ പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു കുക്കറിൽ വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. മേൽപ്പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ചേർക്കുവാനുള്ള പുളിവെള്ളം തയ്യാറാക്കുവാനായി വാളൻപുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് അരിച്ചു മാറ്റി വെക്കുക. ഇപ്പോൾ സാമ്പാർ വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സാമ്പാർ ഒന്ന് തിളച്ചു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി സാമ്പാർ താളിക്കുവാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവായും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1 തണ്ട് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത 5 ചുവന്നുള്ളിയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. രുചികരമായ ഉള്ളി സാമ്പാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ നമസ്കാരം.